പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ തുടർമാനം. ഇനി 9-ാം വാക്യത്തിലേക്ക് വരുന്നു. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ പരമാർത്ഥ മനസ്സ് പത്രോസ് ഉണർത്തുകയാണ്. അങ്ങനെയല്ലേ നാം പറഞ്ഞ 1-ാം വാക്യത്തിൽ, 3-ാമത്തെ വാക്യത്തിൽ നമ്മുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുകയാണ്. എന്താ ഉണർത്തുന്നത്? ചിലർ താമസിക്കുമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. അവിടെ നമ്മുടെ മനസ്സ് ഉണർത്തുകയാണ്, പരമാർത്ഥ മനസ്സ് ഉണർത്തുകയാണ്. നമുക്ക് പരമാർത്ഥ മനസ്സുണ്ടോ? ഹല്ലേലൂയ. പരമാർത്ഥ മനസ്സുണ്ടെങ്കിൽ ആ പരമാർത്ഥ മനസ്സിനെ കർത്താവ് ഇന്ന് കാലം ഉണർത്തുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യാക്കോബിൻ്റെ കൊച്ചുമക്കൾക്ക് അല്ലേ പരമാർത്ഥ മനസ്സുണ്ടായി. യോസേഫിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറയാം, ഞങ്ങൾ പരമാർത്ഥികളാകുന്ന ഒരു അപ്പൻ്റെ മക്കൾ. ഒരുത്തനെ സിംഹം കടിച്ച് കീറി കൊന്നുപോയി, ഒരുത്തൻ വീട്ടിലുണ്ട്, ഞങ്ങൾ 10 പേര് പരമാർത്ഥികളാകുന്നു. ആരോടാ പറയുന്നേ? യേശുക്രിസ്തുവിൻ്റെ നിഴലായിട്ടൊക്കെ പഴയ പാസ്റ്റർമാർ യോസേഫിനെ പ്രസംഗിക്കാറുണ്ട്. യോസേഫിനോട് പറയുക, ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ പരമാർത്ഥം അത്രയൊക്കെ ഉള്ളൂ എന്ന് എൻ്റെ ചിന്ത. ഒരു ന്യൂനപക്ഷം ഉണ്ട് പരമാർത്ഥ മനസ്സുള്ളവർ, അവർക്കായി ദൈവത്തിന് സ്തോത്രം. ആ കൂട്ടത്തിലായിക്കോണം ഈ മനസ്സില്ലെങ്കിൽ. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം, അതാണ് പരമാർത്ഥികളുടെ ഒരു നിലവാരം. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തും പറയാം, എന്തും ചെയ്യാം എന്നൊന്നും ആരും ചിന്തിക്കല്ലേ. അപകടമാണ്. കർത്താവ് വരാറായി, സഭ മാറ്റപ്പെടാൻ നേരമായി. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ ആരും നശിച്ചു പോകാതിൻ്റെ കാരണം നമ്മളാരും നശിച്ചു പോകരുത്. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചു. മാനസാന്തരത്തിന് 3 ഘട്ടം. മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മാനസാന്തരപ്പെടും. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. ഇതൊക്കെ പഴമക്കാർ പ്രസംഗിക്കും. ഇന്നത്തെ ഉപദേശിമാർക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. അവർ പറയുന്നത് സഭയ്ക്ക് റിയൽ എസ്റ്റേറ്റ് തരാൻ പോകുന്നു, സഭയ്ക്ക് കോടിക്കണക്കിന് രൂപ തരാൻ പോകുന്നു, സഭയ്ക്ക് സ്വന്തം കെട്ടിടം തരാൻ പോകുന്നു, സഭയ്ക്ക് വണ്ടി തരാൻ പോകുന്നു, സഭയ്ക്ക് കിണ്ടി തരാൻ പോകുന്നു. ഇതൊക്കെ ഇന്നത്തെ പ്രസംഗവും പ്രാർത്ഥനയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇതൊന്നും അല്ല പ്രിയമുള്ളവരെ. കാശുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കോണം. ഇതൊന്നും ദൈവം ഉണ്ടാക്കി തരുന്നതൊന്നും അല്ല. അതൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. ആത്മഫലത്താലും വരത്താലും നിറഞ്ഞ സ്വർഗീയമായ അനുഗ്രഹങ്ങളുടെ കലവറയാണ് സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നത്. അതാണ് നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത്. അല്ലാതെ കാറും ലോറിയും വണ്ടിയും കിണ്ടിയൊന്നും അല്ല. അതൊക്കെ കാശുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട്, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിച്ചോണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസികളെ കൊണ്ട് അത് പ്രാർത്ഥിച്ച് അത് പ്രാപിച്ചെടുത്ത് അവരുടെ ഭൗതികം ഊറ്റി കുടിക്കുന്ന സുഖിയന്മാരായി എല്ലാ സുവിശേഷകന്മാരുമല്ല, നല്ലൊരു ശതമാനം സുവിശേഷകന്മാരും തീർന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഞാൻ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് തരിക. നീ പ്രാർത്ഥിച്ച് തലയറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് പഠിപ്പിച്ച മർമ്മം ഞാൻ പറഞ്ഞു തരാം. യാചിപ്പിൻ കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. എന്തിനു വേണ്ടി യാചിക്കണം? എന്തിനു വേണ്ടി അന്വേഷിക്കണം? എന്തിനു വേണ്ടി മുട്ടണം? പരിശുദ്ധാത്മാവിനു വേണ്ടി. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം. അപ്പം ആത്മാവിലുള്ള ഫലവും വരവുമാണ് ദൈവം നമുക്ക് തരുന്നത്. അതിനുവേണ്ടി യാചിക്കേണ്ടത്, അതിനുവേണ്ടി മുട്ടേണ്ടത്, അതിനുവേണ്ടി അന്വേഷിക്കേണ്ടത്. നാളൊരു ഉപദേശി പറഞ്ഞിട്ട്, ഒരു വിഷയം എടുത്തുകൊണ്ട് ഒരു 3 ദിവസം കയറി അങ്ങ് ഇരുന്നാൽ മതി. വണ്ടിയാണെങ്കിലും കിണ്ടിയാണെങ്കിലും അപ്പം തന്നോളൂ എന്നാണ് പറയണത്. കിട്ടും. അവസാനം എൻ്റെ കൂടെ പ്ലസ് നരകവും കിട്ടും. ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണെന്ന് ഞങ്ങളെ വചനം പഠിപ്പിച്ച വയോവൃദ്ധനായ മനുഷ്യൻ പഠിപ്പിച്ച ആ ചിന്ത ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിൽ വന്നു. ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആത്മീയ നിലവാരം എങ്ങനെയുണ്ടെന്നറിയാനാണ്. തട്ടിപ്പോകുമോ അതോ രക്ഷപ്പെടുമോ എന്നറിയാൻ വേണ്ടിയാണ് ഉപവസിക്കേണ്ടത്. ഇപ്പം നമ്മളതിനെ തിരുത്തി
വല്ലാത്ത പരുവത്തിലാക്കി. ആത്മാവ് ദേഹം ദേഹി എന്നുള്ളതിന് പറഞ്ഞ് ദേഹം ദേഹി ആത്മാവാക്കി. ആത്മാവിന് അവസാനം കൊണ്ടിട്ട് ആദ്യം നമ്മുടെ ജഡത്തിന് വേണ്ടുന്നതൊക്കെ പ്രാർത്ഥിച്ച് പ്രാപിക്കുക, ആത്മാവിന് അവസാനം. ശരിയല്ലേ? 1 തെസ്സലോനിയ വാക്യത്തിലെ ആത്മാവ് ദേഹം ദേഹി എന്നുള്ളത് ദേഹം ദേഹി ആത്മാവ് പറഞ്ഞ് അങ്ങനെയാക്കി. ഇപ്പം ഞാനും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, തിരിച്ചു പറയാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തെ പറഞ്ഞു വേറൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കണ്ട. വചനം തെറ്റിച്ച് കളയല്ലേ, കോട്ടിക്കളയല്ലേ, കൂട്ടുചേർക്കല്ലേ, മറിച്ച് കളയല്ലേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം കോട്ടിക്കളയരുത്, കൂട്ടുചേർക്കരുത്, മറിച്ച് കളയരുത്. ശിക്ഷാവിധിയിലകപ്പെടും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നുള്ളത് വായിച്ചിട്ട് പുസ്തകം മടക്കി വെച്ച് കാറ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കാറ്, വീട്, ലോറി, സ്ഥലങ്ങൾ, പിന്നെ വിസ, രാജ്യം. ഇപ്പോൾ രാജ്യങ്ങളൊക്കെ അല്ലേ പ്രോമിസ് ചെയ്യുന്ന? വീട്, പോക്കറ്റിൽ നിന്ന് വീടെടുത്ത് കൊടുക്കുന്ന ദുരുപദേശിമാർ കുമിള് പോലെ മുളച്ചുകൊണ്ടിരിക്കുക. ഒന്ന് പ്രാർത്ഥിച്ചാൽ കോടിക്കണക്കിന് ബാങ്കിലെ അക്കൗണ്ടിലേക്ക് ഒഴുകി വരുന്ന പ്രാർത്ഥനകളും ഇല്ലാതില്ല. ദുരുപദേശം കൊണ്ട് ആത്മീയഗോളം നിറഞ്ഞു കിടക്കുക. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും കുമിള് പോലെ മുളച്ചുകൊണ്ടിരിക്കുക. 2 പത്രോസ് 2-ാം അധ്യായത്തിൽ നമ്മളത് പഠിച്ചു. ചെറിയൊരളവിൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടകന്മാർ ഉണ്ടാകും. ഇത് പ്രവചനമാണ്. ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. സൂക്ഷിച്ചു കൊള്ളണം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, നിൻ്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. കർത്താവ് എന്ത് പറഞ്ഞു? ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൂച്ചാൻ്റെ ആടി വെച്ച കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളെ കാറ്റിൽ പറത്തി ദുരുപദേശം പഠിപ്പിക്കുന്ന ദുരുപദേഷ്ടകന്മാർ കുമിള് പോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, മുളച്ചുകൊണ്ടിരിക്കുന്നു. സൂക്ഷിച്ചുകൊള്ളുക. നിൻ്റെ നിത്യതയുടെ കട പറിച്ചു കളയാൻ, നിൻ്റെ നിത്യത നിത്യ നരകത്തിൽ കൊണ്ടെത്തിക്കുവാൻ. ഹല്ലേലൂയ. ദുരുപദേശ സംഘങ്ങൾ ഇറങ്ങിയിരിക്കുന്നുണ്ടോ? ബി കെയർഫുൾ. സൂക്ഷിച്ചു കൊള്ളുക. നായ്ക്കളെ സൂക്ഷിക്കുക, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക. ഹല്ലേലൂയ. ഇപ്പം കർത്താവിൻ്റെ വരവ് താമസിക്കുന്നില്ല. ആരും നശിപ്പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ഈ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ ആ ദിവസം ഒരു കള്ളനെ പോലെ ആവുമെന്നാവുള്ളൂ, അല്ല കള്ളൻ വരുന്ന പോലെ അല്ല. ആ ദിവസം അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കും. ഇപ്പൊ ബുദ്ധിയുള്ള കന്യകമാരുടെ ഉപമ പറയുമ്പോൾ 5-10 കന്യകമാർ ഒരുങ്ങിയിരുന്നു. മണവാളൻ വിളി വരുന്നുവെന്ന് ആർപ്പ് വിളി ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഹൃദയത്തിൽ ആ വാക്യം തന്നു കേട്ടോ. ആർപ്പ് വിളി, ആർപ്പ് വിളി. മണവാളൻ വരുന്നുവെന്ന് ആർപ്പ് വിളി ഉണ്ടായി. ഉക്രൈൻ യുദ്ധം, റഷ്യ യുദ്ധം ഒരു ആർപ്പ് വിളിയാണ്. ഇസ്രയേൽ പലസ്തീൻ ഹമാസ് യുദ്ധം ഒരു ആർപ്പ് വിളിയാണ്. ലോകത്ത് കാണുന്ന പകർച്ചവ്യാധികൾ ഒരു ആർപ്പ് വിളിയാണ്. ലോകത്ത് കാണുന്ന രാഷ്ട്രീയ അഴിമതികളും അശുദ്ധികളും ഒരു ആർപ്പ് വിളിയാണ്. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ ഒന്നുള്ള വാക്യങ്ങൾ എടുത്തൊന്ന് വായിച്ച സഹോദര. 2 തിമോഥെയോസ് 3-ാം അധ്യായം 1 മുതൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ശ്രദ്ധിച്ച് കേട്ടോണേ. 2 തിമോഥെയോസ് 3-ാം അധ്യായം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇന്നത്തെ രാഷ്ട്രീയം, ഇന്നത്തെ മതങ്ങൾ, ഇന്നത്തെ സിനിമ മുഴുവൻ അശുദ്ധിയും ദൈവഹിതമല്ലാത്തതൊക്കെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. എവിടെ നോക്കിയാലും ക്രമക്കേടുകൾ. രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കാണിക്കുന്ന അന്യായങ്ങൾ ഒരിക്കലും നമുക്ക് അവരോട് പുറത്തു കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും BJPയുടെ ഏറെ നോക്കിയാലും ഇവർ തമ്മിലുള്ള അടികളും ചെളിവാരി എറിയലും അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറയലും
അഭ്യാസം പറച്ചിലും, ഇടത് കാണിച്ചവർ വലതെടുത്ത് പറയുന്നു, വലത് കാണിച്ചവർ ഇടതെടുത്ത് പറയുന്നു, ഇടതും വലതും കാണിച്ചവർ BJP എടുത്ത് പറയുന്നു, BJP കാണിച്ചവർ ഇവർ രണ്ടും കൂടി എടുത്ത് പറയുന്നു. ഇപ്പോൾ അവസാനം വന്ന് ഇടതും RSSും സഖ്യത ഉണ്ടാക്കിയെന്ന് വലത് പറയുന്നു, അവർ പറയുന്നു നിങ്ങളുണ്ടാക്കിയെന്ന് പറയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, സ്വത്രം, ഇന്ന് കാണുന്ന ഈ രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ, മതപരമായ അന്തരീക്ഷങ്ങൾ, മനുഷ്യൻ്റെ തകർച്ചകൾ, കുടുംബബന്ധം, ഗുരുകുലബന്ധം തകർച്ച, കുടുംബബന്ധം, ഭാര്യഭർത്തൃബന്ധം, അപ്പനമ്മ ബന്ധം, വേലി വിളവ് നിന്നു എന്ന് പോലീസുകാരെ കുറിച്ച് ചിലർ പറയുക, നിയമപാലകന്മാർ നിയമം തെറ്റിക്കുന്നു എന്ന് വേല ചെറിയ പറഞ്ഞുകൊണ്ടിരിക്കുക. അതോ മനസ്സിലായോ? അപ്പോൾ ഇന്ന് നടക്കുന്നത് മുഴുവൻ ദൈവവചന വ്യവസ്ഥയില്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താ കാര്യം? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. 2 തിമോത്തിയോസ് 3:1 മുതൽ 5 വരെയുള്ള വാക്യം പഠിച്ചാൽ ആ ഗ്രൂപ്പിൽ കിടക്കുന്നവരാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവര്. അവരാണ് നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കുന്നവര്. നമ്മുടെ രാജ്യമൊന്നുമല്ല, ലോകം മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് ദൈവസഭ മനസ്സിലാക്കണം. ഇന്ന് വൽക്കാലം നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം, ഇതെങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഈ ഇന്നത്തെ കാണുന്ന ഈ ഭൂമിയുടെ ഭരണവും ഭൂമിയെയും ആദാമും അവയും കൂടി സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തുവെന്ന് പെന്തക്കോ സമൂഹം മനസ്സിലാക്കണം, ക്രൈസ്തവ കോളം മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിൻ്റെ ദൈവം സാത്താൻ, ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് പിശാച്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ മാത്രമേ നടന്നിട്ടുള്ളൂ. ദേഹവും ദേഹിയൊക്കെ, ഈ ശരീരം ഈ ലോകത്താണ് ജീവിക്കുന്നത്, പാപമംഗലമായ ലോകത്താണ് ജീവിക്കുന്നത്, പിശാചിൻ്റെ തേർവാഴ്ചയുള്ള ഭൂമിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ലോകത്തോട്, ജഡത്തോടും പിശാചിനോട് യുദ്ധം ചെയ്യുവാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് നമ്മൾ പോരാടി ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം പരാജയപ്പെട്ടു പോകും. ഇസ്രയേലിനെതിരെ മറ്റുള്ള രാജ്യങ്ങൾ മിസൈൽ അടിക്കുമ്പോൾ ഇസ്രയേൽ എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാം? അവരുടെ അയൺ ഡോം സംവിധാനമുണ്ട് ഈ മിസൈലുകളെ തകർക്കുന്നത്. ആ സംവിധാനം മറ്റു പല രാജ്യങ്ങൾക്കും ഇവർക്കുള്ളതുപോലെ ഇല്ല, ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇവരുടെ വളരെ പവർഫുള്ളാണ്. 100 മിസൈൽ വിട്ടാൽ അതിൽ 99 വരുന്ന അടിച്ചു കളയുക, 98 അടിച്ചു കളയും. ഒരെണ്ണമൊക്കെ അവിടെ വീഴുള്ളൂ, അത് അവിടെയൊക്കെ വന്ന് വീഴുള്ളൂ. സ്വത്രം. അതേസമയത്ത് ഇസ്രയേൽ അങ്ങോട്ട് വിട്ടാൽ എല്ലാം അവിടെ ചെന്ന് പൊട്ടി ഭയങ്കര സംഹാര താണ്ഡവം അവിടെ നടക്കുന്നു. അതുപോലെ ദൈവമക്കൾക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ പൗലോസ് പറയുന്നു, ശത്രുവിൻ്റെ തീയമ്പുകൾ, ഈ തീയമ്പുകൾ മിസൈൽ പോലെ എൻ്റെയും നിൻ്റെയും ക്രിസ്ത്യ ജീവിതത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അയൺ ഡോം സംവിധാനം നിനക്കില്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്കാം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എവിടെയുള്ളത്? എൻ്റെ വചന ധ്യാനവും പ്രാർത്ഥനയും എൻ്റെ മുഖ്യ വിഷയം ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യം. പിന്നെ അത് പല വീട്ടിലെ കാര്യങ്ങൾ അതൊക്കെ നോക്കുന്നുണ്ട്. ചില സമയങ്ങൾ പ്രത്യേകമായ സമയം കൂടിപ്പോകുന്നുണ്ട്. ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ ലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ട്, ഈ യുദ്ധം ഇതൊക്കെ കണ്ട് കൂടുതൽ സമയം അതിൽ ചെലവഴിച്ചാൽ അത്രയും സമയം നമുക്ക് വചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും കഴിയാതെ പോകും. അതും ദൈവാത്മാവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് കിട്ടുന്ന സമയം ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവർ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്നു. ഹല്ലേലൂയ. അതുപോലെ നമ്മളും ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കണം. ദൈവസഭ മാറ്റപ്പെടാൻ നേരമായി. ദൈവമക്കൾ വചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ദൈവവചന വ്യവസ്ഥപ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് ഞാനിതാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്വത്രം. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. ആ ദിവസം കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഈ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുന്നത്, ഇതിവിടെ ഒരു ചെറിയൊരു തിരുത്തുണ്ട്. അതായത് ഈ സമയത്തല്ല, അത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവങ്ങളാണ് എന്നാണ് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. ഞാനതിനെ തർക്കിക്കാനും വാദിക്കാനും ഒന്നും പോകുന്നില്ല. ലോകത്തെ ദൈവം ചുട്ടഴിച്ച് കളയുന്നത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ യുദ്ധമുണ്ട്.
ആ യുദ്ധസമയത്ത് ലോകരാഷ്ട്രങ്ങളെല്ലാം അവരവരുടെ ആയുധങ്ങൾ എടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കും. ഭൂമി ഒരു തീഗോളമായി മാറും. ഇവിടെ പൗലോസ് പറയുന്നുണ്ട്, അല്ല പത്രോസ് പറയുന്നുണ്ട്, ഭൂമി അതിലുള്ള പണികളെല്ലാം വെന്തുപോകും. മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ മനുഷ്യൻ്റെ നാശത്തിനായിട്ട് തന്നെ വന്നു ഭവിക്കും. പണ്ട് പഴമക്കാരനായ ഒരു വ്യക്തി പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഒരു സഹോദരനെയും കൊണ്ട് ഞങ്ങൾ പെണ്ണ് കാണാൻ പോയി വീട്ടിൽ. പെണ്ണ് കാണാൻ പോയപ്പോൾ ഈ പുള്ളി അവിടെ ചെന്ന് ആ പെണ്ണിനോട് സംസാരിക്കേണ്ട രീതികളൊന്നും സംസാരിച്ചില്ല. പരിജ്ഞാനമില്ലാതെ, ബോധമില്ലാതെ, വിവേകമില്ലാതെ പല കാര്യങ്ങൾ സംസാരിച്ചു. തിരിച്ചു പോരാൻ നേരത്തെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച്, ഞാനും എൻ്റെ ഒരു കൂട്ടുപാർശ്വമുണ്ട്, ഒരു പാവം പിടിച്ച സഹോദരനാണ്, തിരിച്ചു പോന്നു. ഒന്ന് കഴിഞ്ഞാൽ ആ പെണ്ണോട് ചോദിച്ചപ്പോൾ പെണ്ണ് പറഞ്ഞു, പുള്ളി അത്ര ശരിയല്ല, സംസാരമൊന്നും അത്ര യോഗ്യമല്ല, സഭ്യമല്ലാത്ത ഭാഷകളൊക്കെ പറഞ്ഞു, അല്ലാത്ത രീതിയിൽ ഇടപെട്ടു വന്നു. അപ്പോൾ എന്നെ കൂടെ കൊണ്ടുവന്ന പാസ് പറഞ്ഞു, ഇരിക്കുന്ന കൊമ്പ് മുറിച്ച് കളയുക. അപ്പോഴാണ് ആ പഴമൊഴി എനിക്ക് മനസ്സിലായത്. ഞാനൊരു പ്ലാവിൽ കയറിയിരുന്ന ഒരു കൊമ്പിൽ ഇരിക്കുക, ഇരുന്നിട്ട് ആ ഇരുന്നു കൊണ്ട് ഞാൻ ഇരിക്കുന്ന കൊമ്പിനെ എന്ത് ചെയ്യുക, അതിൻ്റെ ആ കടാം വലിയ കൊമ്പുമായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗം മുറിച്ചാൽ എന്താ പറ്റും? ഞാൻ തറയെ പോകും. അതുപോലെ ഇന്ന് മനുഷ്യൻ കൂട്ടി വെച്ചിരിക്കുന്ന ഈ മാരകമായ ആയുധങ്ങൾ, വെപ്പൺസ്. പണ്ടൊക്കെ നമ്മൾ അമ്പും വില്ലും കൊടുത്ത് യുദ്ധം ചെയ്ത ചരിത്രമേ നമുക്കുള്ളൂ. പുരാതന മനുഷ്യൻ അമ്പും വില്ലും. ഗോത്രതലവന്മാർ തമ്മിൽ വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ സന്ധി സംഭാഷണത്തിന് വേണ്ടി രണ്ട് ഗോത്രത്തിൽ നിന്നും ആൾക്കാരെ വിളിച്ച് സന്ധി സംഭാഷണം നടത്തി നല്ല ഭക്ഷണങ്ങളൊക്കെ, ഭക്ഷണം അന്നത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഭക്ഷിച്ചൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് ഗോത്രതലവൻ്റെ ഈ തലഭാഗത്ത് നോക്കി വിഷം പുരട്ടിയ അമ്പ് എയ്ത് ആ മനുഷ്യനെ കൊന്നുകളയും. ഗോത്രതലവൻ മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആ ജനം മുഴുവൻ അവർക്ക് അടിമകളായി കിട്ടും. അങ്ങനെയൊക്കെയുള്ള പണ്ടുള്ള കാലങ്ങളുണ്ട്. ഇന്നും അതൊക്കെ ഉണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളിലും അമ്പും വില്ലും അല്ലെന്നേ ഉള്ളൂ, ചുറ്റിയും തോക്കും ഒക്കെ ആണെന്നേ ഉള്ളൂ, അടിച്ചു കൊന്നുകൊണ്ടിരിക്കുക. ഇന്നും ആ രീതി മാറി, ഇന്ന് വേറെ രീതി മാറി എന്നൊക്കെ ഉള്ളൂ. ഇപ്പോൾ വന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു രാജ്യത്ത് നിന്ന് ഒരു രാജ്യത്തേക്ക് പോകണ്ട. ഇപ്പോൾ ഇസ്രയേൽ ലബനോനിലേക്ക് ചെല്ലണ്ട, അവിടെ നിന്ന് മിസൈൽ അടിക്കാം. അല്ലെങ്കിൽ വളരെ ഉയരത്തിൽ പറക്കുന്ന വാർക്രാഫ്റ്റുകൾ, യുദ്ധവിമാനങ്ങൾ പോയി റഡാറിൽ പോലും കിട്ടാത്ത പോലെ പൊങ്ങി പറക്കുന്നത് പോയി ആ ദേശത്ത് പോയിട്ട് ബോംബിട്ടിട്ട് വരും. അങ്ങനെയാണ് ഇസ്രയേൽ വിജയിച്ച് നിൽക്കുന്നത്. ശക്തമായ ബോംബിങ്ങിൽ അവരെ വെട്ടാൻ ലോകത്തിൽ മറ്റു രാജ്യങ്ങളൊന്നും തന്നെയില്ല. അവർ യുദ്ധവെറിയന്മാരാണ്, യുദ്ധക്കൊതിയന്മാരാണ്. അതങ്ങനെ ആയി തീർന്നതാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾ യുദ്ധം നിർത്തിയാൽ ഞങ്ങളില്ല, ഞങ്ങൾ തീർന്നു. അവരെ പോലെയല്ല. ഞങ്ങൾ യുദ്ധം നിർത്താൻ, ഞങ്ങൾ ആയുധം കീഴെ വെച്ചാൽ ഞങ്ങളെ അവരെന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് യുദ്ധം അവരെ നിർത്താതിരിക്കുന്നത്. മറ്റൊരു യുദ്ധം നിർത്തണം, അപ്പോൾ അവർ നിർത്തും. അവർ തോക്കെടുത്താൽ ഇവർ തോക്കെടുക്കും. അതാ രീതി. അല്ല, അവർക്ക് നിലനിൽപ്പില്ല. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവത്തിനെ തള്ളിക്കളഞ്ഞപ്പോൾ പിന്നെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ദൈവം ഒന്ന് പൂട്ടണ്ടേ? അതിന് ദൈവം ചെയ്തൊരു പദ്ധതിയാണ്. അവസാനം അവരെ നശിപ്പിച്ച് 1/3 ശേഷിപ്പിച്ച് 2 നശിപ്പിക്കുന്ന ഒരു സമയങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ആ വിഷയത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ആ ദിവസം അപ്രതീക്ഷിതമായിട്ട് നമുക്ക് വരും എന്ന് നമ്മൾ പഠിച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം. സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് മത്തായി പറയുന്ന ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ആരും നിങ്ങളെ തെറ്റിക്കരുതിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. പലരും വന്ന് നിങ്ങളെ തെറ്റിക്കും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ നിങ്ങളെ തെറ്റിക്കും. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിപ്പാനായി പല അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും, ഓർത്തുകൊള്ളുവീൻ. മത്തായി 24 വാക്യങ്ങളാണ്, നിങ്ങൾ വായിച്ചോണത്. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹത്തിനും കൊടുത്തു വിവാഹം കഴിച്ചും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. അന്ന് 2 പേർ ഒരു വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികലിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. അതായത് രക്ഷിക്കപ്പെടാത്ത 2 പേര് തമ്മിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ കർത്താവിൻ്റെ വരവിൽ രക്ഷിക്കപ്പെട്ടവൻ പോകും, അല്ലാത്തവൻ അവിടെ പൊടിച്ചുകൊണ്ടിരിക്കുമെന്ന്. വേറൊരു സുവിശേഷത്തിൽ 2 പേർ ഒരു കിടക്കയിൽ കിടക്കും, ഭാര്യയും ഭർത്താവുക. ഭാര്യ രക്ഷിക്കപ്പെട്ടെങ്കിൽ ഭാര്യ അങ്ങ് പോകും, ഭർത്താവ് അവിടെ കിടക്കും. പിറ്റേ ദിവസം രാവിലെ ആളെ കാണത്തില്ല.
ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ ഈ ഗതികെട്ട അനുഭവം പെന്തക്കോസുകാരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. എന്നെക്കുറിച്ച് ചേർത്ത് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. അതുകൊണ്ട് ഉണർന്നിരിക്കുക. അതവിടെ കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിക്കുകയും. കള്ളം വരുന്ന യാമമിന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറപ്പാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നുവല്ലോ. അങ്ങനെ തന്നെ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപാകെ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. ദൈവസഭയെ, ദൈവമക്കളെ, ഈ ആലോചന നിങ്ങൾ വ്യർത്ഥമാക്കി കളഞ്ഞാൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോയ കൂട്ടത്തിലാകും. നിങ്ങൾ കൈവിടപ്പെട്ടു പോയാൽ നിങ്ങൾക്കൊരു ദൂത് കൂടി പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും പറയും അത്. നിങ്ങളെ ചേർക്കാൻ വേറൊരു കർത്താവ് വരുന്നുണ്ട്. അത് ഏത് ക്രിസ്തുവായിരിക്കും. മരണം കൊതിക്കുന്ന, മരണം അന്വേഷിക്കുന്ന ദിനങ്ങളായിരിക്കും. പാറകളെ, മലകളെ, ഞങ്ങളെ വന്ന് മൂടുവീൻ എന്ന് പറയുന്ന ദിനങ്ങളായിരിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, ഉണർന്നിരിക്കുക, ഒരുങ്ങിയിരിക്കുക, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ ദിവസം കള്ളനെപ്പോലും ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം വലിയ യുദ്ധത്തോടെയാണ് അത് സംഭവിക്കുന്നത്. പ്രത്യേകം ഓർത്തോണം. മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകുകയും ഭൂമി അതിലുള്ള മണികൾ വെന്തുപോവുകയും ചെയ്യും. മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകും. എന്താണ് ഈ മൂലപദാർത്ഥങ്ങൾ? ഹല്ലേലൂയ. സ്വർണം, വെള്ളി, ചെമ്പ്, ഈയം, അബ്രം, ഇതുപോലും അഴിഞ്ഞു പോകാത്തതാണെന്നാണ് പറയുന്നത്. ഇതുപോലും അഴിഞ്ഞു പോകുമെന്ന്. മൂലപദാർത്ഥങ്ങൾ വെന്തുരുകിപ്പോകും. ഇന്ന് ലോകത്ത് കാണുന്ന മനുഷ്യൻ്റെ പണികളെല്ലാം വെന്തുരുകും. മനുഷ്യൻ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നതെല്ലാം വെന്തുരുകും. ചീനാർ ദേശത്ത് മനുഷ്യൻ ചെയ്ത പ്രവൃത്തി നമുക്കറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾ പോയി സമൃദ്ധിയായി ഭൂമി മുഴുവൻ നിറവീനെന്ന് ദൈവം അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടപ്പോൾ നമ്മൾ പോണ്ട. എപ്പോഴും അത് തന്നെയാണല്ലോ. തിന്നരുത്, നമുക്ക് തിന്നാം, കുഴപ്പമില്ല, ചതിക്കാനുണ്ടായി. ഇവിടെ ലോകയുടെ ഒച്ചമക്കൾ പറയാം തമ്മി കുഴപ്പമൊന്നുമില്ല, നമുക്കങ്ങും പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കാം. ആകാശം മുട്ടേ ഒരു ഗോപുരമുണ്ടാക്കി തമ്പുരാൻ പൊളിച്ചു കളഞ്ഞു. ഇന്നത്തെ ആധുനിക മനുഷ്യൻ ദൈവവചനത്തിന് വിരോധമായി ഉണ്ടാക്കുന്ന ഏത് ഉന്നമനങ്ങളെയും കണ്ടുപിടുത്തങ്ങളെയും എൻ്റെ ദൈവം തകർത്ത് തരിപ്പണമാക്കി ഈ ഭൂമിയെ ചുട്ടരിക്കുന്നൊരു ദിവസം വരുന്നു. ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആരാ? പെട്ടകത്തിൽ കയറി, ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുന്നവർ. അല്ലാത്തവരെല്ലാം നശിച്ചു പോകും. കമ്മ്യൂണിസവും ആയുസവും ഈയുസവും ഹിന്ദുസവും മുസ്ലിംസവും ക്രിസ്ത്യാനിസവും, ഇന്ന് ക്രിസ്ത്യാനികളും ലോകക്കാരെപ്പോഴും അധപ്പതിച്ചിരിക്കുക. ഇന്നത്തെ ക്രിസ്ത്യാനി ജാതികളെക്കാൾ കഷ്ടമാണ്. ജാതികളും ക്രിസ്ത്യാനികളും ഒരുപോലെയായി തീർന്നിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ശിഷ്യന്മാരായി കർത്താവിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിച്ച്, പഥ്യവചനം പഥ്യോപദേശം അനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാതോർത്തിരിക്കുവാൻ ദൈവമക്കളോട്, ദൈവസഭയോട് ഈ സാധുപദേശി ബുദ്ധിപദേശം തരികയാണ്. ആകാശം ചുറ്റുവാനും ബോധവർത്തനങ്ങളും തിരുവാനുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നു ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ എത്രത്തോളം വിശുദ്ധ ജീവിതം നയിക്കണം, എത്രത്തോളം ഭക്തിയുള്ളവരായിരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പൗലോസ് തെസ്സലോനിക്കർക്ക് പറഞ്ഞ വചനമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഈ ലോകത്തിൻ്റെ അശുദ്ധിയും ഈ ലോകത്തിൻ്റെ താടിമൂടികളും ഈ ലോകസ്നേഹത്തിൻ്റെ ഈ ലോക സ്നേഹികളായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തിൻ്റെ മുഴുവൻ അശുദ്ധിയാണ്. ദാനിയേൽ ഭക്ഷണത്തിൽ പോലും അശുദ്ധി സംഭവിക്കരുതെന്ന് കർക്കശക്കാരനായിരുന്നു. അതുകൊണ്ട് അവൻ കരുത്തനായ ഒരു ദൈവവൃത്തനായി തീർന്നു. മരണസമയത്ത് പറയുന്നത് എന്താ? ഇപ്പോൾ ദാനിയേലെ പൊയ്ക്കൊള്ളുക. ദാനിയേലിൻ്റെ പേരൊന്നും ഉച്ചരിക്കരുത് അവിടെ. അതിനെന്ത് യോഗ്യത ഉണ്ട് നമുക്ക്? ഭക്ഷണത്തിൽ പോലും വിശുദ്ധി പാലിച്ച മനുഷ്യൻ, വീഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞവൻ,
യഹൂദന്മാരുടെ ഒരു പ്രധാന ആഹാരമാണ് വീഞ്ഞ്. അത് രാജാവ് കുടിക്കുന്ന വീഞ്ഞിന് വീര്യം കൂടുതലാണ്. അതുകൊണ്ട് ദാനിയേൽ ഞങ്ങൾക്ക് വേണ്ട, ആ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട, 10 ദിവസം ഞങ്ങളെ പരീക്ഷിച്ചു. ഉടനെ അതിൻ്റെ കാര്യസ്ഥൻ പറയുക, എൻ്റെ തല പോവും, അതുകൊണ്ട് ഭക്ഷിച്ചോ. വേണ്ട, 10 ദിവസം ഒന്ന് പരീക്ഷിക്കേ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ദാനിയേലിനെ ഞങ്ങൾ 4 പേരെ 10 ദിവസം ഒന്ന് പരീക്ഷിക്കേ. മറ്റുള്ളവർക്ക് കൊടുക്ക്, അവർ വെട്ടി വിഴുങ്ങട്ടെ. 10 ദിവസം കഴിഞ്ഞപ്പോൾ എരുമയും പോത്തും ആടും കോഴിയും തിന്നവൻ്റെ മുഖവും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേലിൻ്റെ മുഖവും കൂടി ഒത്തു നോക്കിയപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? 10 ഇരട്ടി വിശിഷ്ടരായിട്ട് കണ്ടു. അതാണ് ദൈവകൃപ. പണ്ടും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവകൃപയുള്ളവരുണ്ടെന്നേ. അന്നും സ്വത്രം പ്രമാണത്തെ പുറംകാലം കൊണ്ടടിച്ച് പുറകോട്ടടിച്ചു പോകുന്നവരുണ്ട്, ഇന്നുമുണ്ട്. ഈ ദൈവവചനം കയ്യിൽ പിടിച്ചിട്ട് ഈ വചനത്തിനെതിരെ ഉപദേശിക്കുന്നവരുണ്ട്. അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ ശാപഗ്രസ്തമായി ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് ശപിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് പ്രസംഗിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഒരു യേശുവിൻ്റെ സകല ജാതിയിലെ ശിഷ്യരാക്കിയുള്ള കർത്താവ് പറഞ്ഞു. ആ ശിഷ്യരാക്കിയ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുക്കുകയും ചെയ്യുന്നവരായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങൾ സമർപ്പിക്കാം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കും. നമ്മുടെ കാത്തിരിപ്പ് എന്തിനാ? നമ്മുടെ കാത്തിരിപ്പ് എന്തിനാണെന്ന് മക്കൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ വൈകുന്നേരം 2:30 മണിക്കാണ് ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഇവിടെ 10 മണിക്കേ പോയി കിടക്കുക. രാവിലെ 10 മണിക്ക് മോൻ വരും, മോള് വരും, ഒന്ന് കാണാൻ, കണ്ണുനീര് കൊണ്ടൊന്ന് ചുംബിക്കാൻ. നല്ല കാര്യമാണ്, എനിക്കതിനോട് വരില്ല. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അത് ഈ ഇടയ്ക്ക് ഒരു അച്ചായൻ പറഞ്ഞ പോലെ, അച്ചായോ കർത്താവിൻ്റെ വരവായി നമുക്ക് ഒരുങ്ങണ്ടേ, വാ, ഉപദേശമൊക്കെ കേൾക്കാൻ, ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. അത് കർത്താവ് വരുമ്പോൾ നമ്മളങ്ങ് കൊണ്ടുപോയിക്കോളുമല്ലോ. കൊണ്ടുപോയിക്കോളും, അങ്ങ് ഇരുന്നാൽ മതി. മത്തായിയുടെ സുവിശേഷം 25-ൽ 5:5 കന്യകമാരുടെ ഉപമ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ആ ഉപമയിൽ ഏറ്റവും പ്രധാന വാക്യം ഏതാ അറിയത്തില്ല? 25-10 ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി മണിയറയിൽ പ്രവേശിച്ചു. അല്ലാത്തവരോ? ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമെന്ന് പറഞ്ഞ് എണ്ണ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവ് മറുപടി പറഞ്ഞായിട്ട് അവിടെ കാണാൻ കഴിയും. പെന്തക്കോ സമൂഹം നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും പാസ്റ്റർമാർക്കും ഈ ഗതികെട്ട അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുണ്ടാകല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി എന്ന് പറയരുത്. ഞാൻ നല്ല പുറപ്പെടുത്ത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടി എന്ന്. സ്തോത്രം. പൗലൂസ് പറഞ്ഞതുപോലെ ഓട്ടം തികച്ച് നിത്യതയിൽ പ്രവേശിപ്പാൻ നമ്മൾ ഒരുങ്ങണം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ടോടണം. ഹല്ലേലൂയ. നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഘടകങ്ങളാണ് പാപം. എന്താണ് ആ പാപം എന്നൊക്കെ വേദപുസ്തകത്തിലൂടെ പഠിച്ചാൽ കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പലരും പലതുമൊക്കെ പറയും. എനിക്ക് പറയാനുള്ളത് സ്തോത്രം, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുക. ഈ അവസ്ഥകളെല്ലാം വിട്ടോടണം. കോപം, ക്രോധം, ഈർഷ്യ, വായിൽ വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളയണം. ഇതൊക്കെ വിട്ടുപോകണം ഓടാൻ. ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഭിന്നത, അസൂയ, മദ്യപാനം, ഇതൊക്കെ വിട്ടുവേണം ഓടാൻ. അല്ലാതെ എന്തോട്ടോ? ഇതെല്ലാം കൂടി അള്ളിപ്പിടിച്ച് വെച്ചുകൊണ്ട് ഓടിയിട്ട് എവിടെ ചെന്നെത്താനാ? ഇതൊക്കെ ക്രൈസ്തവ ഗോളത്തിലെ ഓട്ടത്തിന് ഭാരമാണ്. വഴിയിൽ വെച്ച് നമ്മുടെ ഓട്ടം നിലയ്ക്കും, ഇടറിപ്പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കും. ഞാൻ കാത്തിരിക്കുന്ന അതിന് വേണ്ടിയാണ്. എനിക്ക് കിട്ടും ഒന്നാമത് രൂപാന്തര ശരീരം, 2000 ആണ്ട് വാഴ്ചയിലൊരു സീറ്റ് എനിക്ക് കിട്ടും. അത് കഴിഞ്ഞ് പുതിയ ആകാശം പുതിയ ഭൂമിയിലൊരു അവകാശം കിട്ടും. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക. നിങ്ങൾ അതിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? വിശ്വാസികളെ, നിങ്ങൾ അതിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? മക്കൾ അവിടെ നിന്ന് വരട്ടെ.
അവർ വരികയും പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതൊരൊറ്റ വരവേ ഉള്ളൂ. ഈ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ വേറൊരുത്തം വന്ന് നമ്മളെ കൊന്നു കുടിച്ചു മൂടിയിടുവാൻ. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ സന്ദേശങ്ങൾ മുഖാന്തരമായി ഭവിക്കട്ടെ. 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ഒരു താമസമെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കും. അതൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ സ്തോത്രം കിട്ടുവാനിടയായിത്തീരും. നിങ്ങൾ ഈ പ്രസംഗം ദയവായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. 2 പത്രോസിൻ്റെ ഈ 3-ാം അധ്യായം എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങളതൊന്ന് കേൾക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വരവായി അതിനൊരുങ്ങുവാൻ ഈ വചനങ്ങൾ മുഖാന്തരമായി ഭവിക്കട്ടെ. വചനം കേൾക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും നിത്യജീവൻ്റെ അവകാശികളായി മാറുവാൻ സ്വർഗീയ പിതാവ് കരുണ ചെയ്യട്ടെ എന്നാൽ പാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.